പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത മുംബൈ സിറ്റി എഫ്സിയുടെ ഹെഡ് കോച്ച് ആയിരുന്ന പീറ്റർ ക്രാറ്റ്കിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ISL സീസണിൽ പീറ്റർ ക്രാറ്റ്കിയുടെ കീഴിൽ മുംബൈ സിറ്റി എഫ്സി പ്ലേ ഓഫ് കളിച്ചിരുന്നു. എന്നാൽ പ്ലേ ഓഫിലെ ആദ്യ മത്സരത്തിൽ വലിയൊരു പരാജയമായിരുന്നു മുംബൈ സിറ്റി എഫ്സി ഏറ്റുവാങ്ങിയത്. ബംഗളൂരു എഫ്സിക്കെതിരെ ഏകപക്ഷീയമായ 5 ഗോളിനായിരുന്നു മുംബൈ സിറ്റി എഫ്സി പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മുംബൈ സിറ്റി എഫ്സി ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശ നൽകിയ ഒരു സീസൺ തന്നെയായിരുന്നു കഴിഞ്ഞ സീസൺ. നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ പ്രകാരം മുംബൈ സിറ്റി എഫ്സിയുടെ ഹെഡ് കോച്ചായിട്ടുള്ള പീറ്റർ ക്രാറ്റ്കിയെ ക്ലബ്ബ് പുറത്താക്കിയേക്കും. പീറ്റർ ക്രാറ്റ്കി മുംബൈ സിറ്റി എഫ്സി ക്ലബ്ബ് വിട്ടേക്കുമെന്നുള്ള വാർത്ത ഇപ്പോൾ നിരവധി മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പീറ്റർ ക്രാറ്റ്കിയുടെ കീഴിൽ ISL 10ാം സീസണിൽ മുംബൈ സിറ്റി എഫ്സി ചാമ്പ്യൻസ് ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ സീസണിൽ ശരാശരി പ്രകടനം മാത്രമാണ് മുംബൈ സിറ്റി എഫ്സിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്. പീറ്റർ ക്രാറ്റ്കി എന്നൊരു കോച്ചിന് പകരമായിട്ട് ചില സ്പാനിഷ് കോച്ചുകളുമായിട്ടൊക്കെ മുംബൈ സിറ്റി എഫ്സി മാനേജ്മെന്റ് ചർച്ചകൾ നടത്തുന്നുണ്ട്. ISLൽ മുൻപ് പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു സ്പാനിഷ് കോച്ചുമായിട്ടൊക്കെ ക്ലബ്ബ് ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും പീറ്റർ ക്രാറ്റ്കി മുംബൈ സിറ്റി എഫ്സി ക്ലബ്ബ് വിട്ടേക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ബികാഷിന്റെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ആ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ടീമിലെ ലോക്കർ റൂമിലെ DJ ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ബികാഷിന്റെ മറുപടി ഇശാൻ പണ്ഡിത എന്നായിരുന്നു. അതിനുശേഷമുള്ള ചോദ്യം ഇതായിരുന്നു, ടീമിൽ ആരാണ് കളിക്കളത്തിലെ സൈലന്റ് കില്ലർ എന്നുള്ളത്. അതിനുള്ള ബികാഷിന്റെ ഉത്തരം നവോച്ച സിംഗ് എന്നായിരുന്നു. ഗ്രൗണ്ടിന് പുറത്ത് അദ്ദേഹം വളരെ ചിരിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഗ്രൗണ്ടിനകത്ത് അദ്ദേഹം തീയാണ് എന്നാണ് ബികാഷ് യുമ്നം പറയുന്നത്. മാത്രമല്ല തന്റെ ഐഡോൾ ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ബികാഷിന്റെ മറുപടി വിർജിൽ വാൻ ഡൈക്ക് എന്നായിരുന്നു. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു താരമാണ് അദ്ദേഹമെന്നും ബികാഷ് പറഞ്ഞു. അടുത്തൊരു വാർത്ത, നമുക്കറിയാം ഇന്നലെ സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ FC ഗോവ വിജയിക്കുകയായിരുന്നു. അതോടെ ഈ കഴിഞ്ഞ സൂപ്പർ കപ്പിലെ ചാമ്പ്യൻസ് ആവുകയായിരുന്നു FC ഗോവ. ISLൽ കളിക്കുന്ന ഇന്ത്യൻ ടീമുകളിൽ ഒരു കിരീടം പോലും ഇല്ലാത്തൊരു ടീം കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ്. ഒരു കിരീടം പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു സ്വപ്നം തന്നെയാണ് തങ്ങളുടെ ക്ലബ്ബ് കിരീടം നേടുക എന്നുള്ളത്. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.